എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. UDF-ന്റെ പ്രതിനിധിയോട് ഹലോ UDF-ന്റെ പ്രതിനിധിയോടാണ്. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നിങ്ങൾ ഇപ്പൊ അധികാരത്തിൽ വരും പറയുമ്പോഴേ സത്യം പറഞ്ഞ ഞങ്ങൾക്കൊക്കെ പേടിയാണ്. കാരണം എന്താ അറിയോ? കാരണം ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ പറഞ്ഞു, ഹോസ്പിറ്റലിന്റെ കേസ് പറഞ്ഞില്ലേ, മുമ്പ് ആർക്കും ഹോസ്പിറ്റലിലേക്ക് പോകാൻ പേടിയാ. അടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ഹോസ്പിറ്റലിൽ മുമ്പ് പോവാറില്ല ആൾക്കാർ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ആരും പോവാറില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിലേ കംപ്ലൈന്റ് വരുള്ളൂ. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ കംപ്ലൈന്റ് വരുന്ന എന്തുകൊണ്ടാ? അവിടെ കൂടുതൽ ആൾക്കാർ പോണു. അങ്ങനെ പറഞ്ഞു കൊടുക്കണ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഞാൻ അതാണ് ഇതിന്റെ കാര്യം. പേടിയുള്ളത് കൊണ്ടാണോ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത്? പിന്നെ ഞാനേ ഈ കൈ വീണിട്ട് കൈ പൊട്ടിട്ട് ഇരിങ്ങാലക്കുട ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് 165 രൂപ ചെലവാക്കിയിട്ട് ഞാൻ ചികിത്സിച്ചു വന്നത്. ഹതഭാഗ്യരായ ഇവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. നോക്കിയേ, മുമ്പത്തെ സ്ഥിതിയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നറിയോ? കൈ മുറിച്ചു കളഞ്ഞത്. എന്നോട് ക്ഷമിക്കണം സാറേ, ഞാൻ പറഞ്ഞില്ലേ സാർ, ഇതാണ് കഥ. അതുകൊണ്ട് ഒരു കുട്ടിയുടെ കൈ മുറിച്ചു ആയിരക്കണക്കിന് പേര് കത്രിക വെച്ചത്. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി നീല ബക്കറ്റ് നല്ല